പോഷണം. പോഷണം എന്ന് ഉദ്ദേശിച്ചാൽ ന്യൂട്രീഷൻ. ഇത് പകരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. പോഷണമുണ്ട്, വൈറ്റമിൻസ് ആണത്. അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് പകരുന്ന പകർച്ചവ്യാധികൾ. അതെ, ഒരു ചോദ്യം. നമ്മൾ കൊതുകുജന്യ രോഗങ്ങളും പ്രാണിജന്യ രോഗങ്ങളും ജലജന്യ രോഗങ്ങളും ഇതൊക്കെയല്ലേ ഉള്ളത്. അതിൽ പിന്നെ പ്രാണിജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് നമ്മളോട് ഒരു ഉണക്ക് ദിവസമായിട്ട് ആചരിക്കാൻ പറയുന്നു. മനസ്സിലായോ? വീടുകളിൽ ഉണക്ക് ദിവസമായിട്ട് അല്ല ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് ഏതാണ്? ഏത് ദിവസമാണ്? ഓപ്ഷൻ വേണം. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ആഴ്ചയിൽ ഒന്ന് നമ്മളോട് ഉണക്ക് ദിവസമായിട്ട് ആചരിക്കാൻ പറയുന്നത് ശരി. ഉത്തരം തെറ്റാണ്. വീടുകളിൽ ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചകളിലും വീടുകളിൽ ഉണക്ക് ദിവസമായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. നിയന്ത്രിക്കുന്ന കൊതുകിന്റെ ഉറവിടങ്ങളുടെ അടുത്ത് കമക്കുക, ഉറവിടങ്ങൾ നശിപ്പിക്കുക, കൂട്ടിയിടുക, കത്തിക്കുക. ഇനി ജൈവ ഇതിനകത്ത് പിന്നെ അണുനശീകരണമൊക്കെ നടത്താനൊക്കെ പറയുന്നുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഉമ്മായൊക്കെ ഇടാൻ പറയുന്നുണ്ട്. ഈച്ചകളും പ്രാണികളുടെ പെരുപ്പം തടയുന്നതിന് വേണ്ടി ശുചീകരണം നടത്താൻ പറയുന്നുണ്ട് ഞായറാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കാര്യങ്ങൾ പൊതുജനങ്ങളായിട്ട് സമ്പാദിക്കാം. മനസ്സിലായി? അറിവ് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. ചാൻസ് 4 ചോദ്യമുണ്ട്. 4 ചോദ്യം. 4 1 1 മതി. ഡെങ്കിപ്പനി കേട്ടിട്ടില്ലേ? ഡെങ്കിപ്പനി ഏത് കൊതുകാണ്, ഏത് കൊതുക് വഴിയാണ് പരത്തുന്നത്? ഓപ്ഷൻ പറയട്ടെ. എ ഈഡിസ്, ബി ക്യൂലെക്സ്, സി മാൻസോണിയ, ഡി അനോഫിലിസ്. ഒരെണ്ണോട് കഴിച്ചു വീഡിയോ കേട്ടിട്ടുണ്ടോ? മുണ്ടിനീര് കേട്ടിട്ടുണ്ടോ? മുണ്ടി ബാധിക്കുന്ന മുഖ്യ അവയവം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: എ കരൾ, ബി ഉമിനീർ ഗ്രന്ഥി, സി ത്വക്ക്, ഡി കണ്ണ്. ഡി ഉമിനീര് ഗ്രന്ഥി.